generations are falling down in worship to sing the song of ages to the Lamb. And all have gone before us, and all who will believe will sing the song of ages to the Lamb. 'Cause your name is the highest, your name is the greatest, your name stands above them all thrones and dominions and all powers and positions. Your name stands above them all, and the angels cry, holy. All creation cries, holy. You are lifted high, holy, holy forever. And if you've been forgiven, and if you've been redeemed, sing the song forever to the Lamb. And if you walk in freedom, and if you bear His name, we'll sing the song forever to the Lamb. Oh, yes, we will. We'll sing the song forever and amen. And the angels cry, holy. All creation cries, holy. You are lifted high, holy, forever. Hear your people sing, to the King of Kings, holy. You will always be holy, holy forever. 'Cause your name is the high. തോമസ് അമ്പൂക്കൻസിയുമായി കുടുംബങ്ങളെ വിശുദ്ധീകരിക്കുക എന്ന വിശുദ്ധ ചാവറയച്ചന്റെ ചൈതന്യം തന്റെ ജീവിത ദൗത്യമാക്കി കുടുംബങ്ങളെ കൂട്ടിയിണക്കുന്നതാണ് തന്റെ പ്രേക്ഷിത ദൗത്യമെന്ന് തിരിച്ചറിഞ്ഞ് കേരളത്തിലെ ഏറ്റവും പ്രശസ്തമായ ഒരു ഫാമിലി കൗൺസിലിംഗ് സെന്റർ തുടങ്ങി അതിന് നേതൃത്വം വഹിക്കുന്ന ബഹുമാനപ്പെട്ട അമ്പൂക്കനച്ചൻ തന്റെ ഫാമിലി കൗൺസിലിംഗ് രംഗത്ത് ചെയ്യുന്ന സേവനങ്ങൾ വിലമതിക്കാത്തതാണ്. മികച്ച വാഗ്മി, എഴുത്തുകാരൻ, നിരവധി പുസ്തകങ്ങളുടെ ഗ്രന്ഥകർത്താവ് എന്നീ നിലകളിൽ പ്രശോഭിക്കുന്ന സമ്പൂർണ്ണ സമർപ്പണത്തിനുടമയായ ബഹുമാനപ്പെട്ട തോമസ് അമ്പൂക്കനച്ചന് സുവർണ ജൂബിലിയുടെ മംഗളങ്ങൾ ആശംസിക്കുന്നു. യേശുവിനെ അടുത്തനുകരിക്കുവാൻ ബ്രഹ്മചര്യം, ദാരിദ്ര്യം, അനുസരണം എന്നീ വ്രതങ്ങളിലൂടെ
തങ്ങളുടെ ഇഷ്ടങ്ങളെല്ലാം ദൈവത്തിന് തിരുവിഷ്ടമാക്കി CMI സഭയിൽ സന്യാസ ജീവിതം തിരഞ്ഞെടുത്ത് 50 വർഷം പൂർത്തിയാക്കുന്ന പ്രിയപ്പെട്ട വൈദിക സഹോദരങ്ങൾക്ക് എല്ലാവിധ ആശംസകളും പ്രാർത്ഥനകളും നേർന്നുകൊള്ളുകയാണ്. സ്വർഗീയ പിതാവിന്റെ തിരുവിഷ്ടം നിറവേറ്റി ദിവ്യകാരണത്തിന്റെ ശക്തി കണ്ടെത്തി നന്മ മാത്രം ചിന്തിക്കുന്ന വൈദികർക്കും ദൈവജനത്തിനും പ്രിയങ്കരരായ നല്ലിടയന്മാർക്ക് സ്ലീഹന്മാരിലൂടെ ആരംഭിച്ച ഈ അഭിഷേകാഗ്നി പ്രവാഹം ഇന്നും നിലയ്ക്കാതെ ഒഴുകുന്ന ഈ വേളയിൽ സ്വർഗവും ഭൂമിയും ഒന്നിച്ച് സ്തുതിഗീതങ്ങൾ ആരംഭിക്കുമ്പോൾ ഒരിക്കൽ കൂടി പൗരോഹിത്യത്തിന്റെയും പ്രതാപണത്തിന്റെയും സുവർണ ജൂബിലി മംഗളങ്ങൾ ആശംസിക്കുന്നു. പരിശുദ്ധമായ ദിവ്യബലി ആരംഭിക്കുകയാണ്. മുഖ്യ കാർമ്മികനായി ബഹുമാനപ്പെട്ട കുരിശ്ശേരി അച്ഛനാണ് ബലിയർപ്പിക്കുന്നത്. സഹ കാർമ്മികനായി ജൂബിലിയന്മാരോടൊപ്പം ബഹുമാനപ്പെട്ട പ്രവിശ്യ അച്ഛൻ ഫാദർ ജോസ് നന്ദിക്കര അച്ഛൻ പങ്കെടുക്കുന്നു. വിശുദ്ധ തിരുവചന വായനയ്ക്ക് ശേഷം വചന സന്ദേശം നൽകുന്നത് ബഹുമാനപ്പെട്ട പ്രവിശ്യ അച്ഛനാണ്. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. തിരുനാളിൽ കർത്താവിന്റെ കൽപ്പനകൂ തിരുനാമത്തിൽ ചേർന്നിടാം ഒരുമയോടെ ബലി അർപ്പിക്കാം. ജീവനായി തീർന്നിടാം നവമൊരു പീഠമൊരുക്കിടാം ഗുരുവിൻ സ്നേഹമൊടിയാലും തിരുമുൻപാകെ അടച്ചിടാം. പെസഹ തിരുനാളിൽ കർത്താവിന്റെ കയ്യിൽ നീ മനോഹരമായ കിരീടമാകും. നിന്റെ ദൈവത്തിന്റെ കരങ്ങളിൽ ഒരു രാജകീയ മകുടവും. കാരുണ്യവാനായ ദൈവമേ, നീണ്ട വർഷങ്ങൾ അങ്ങേക്ക് വേണ്ടി നിസ്വാർത്ഥ സേവനം ചെയ്ത ചാരിതാർത്ഥ്യത്തോടെ അങ്ങ് സമ്മാനിച്ച സുഖദുഃഖ സമ്മിശ്രിതമായ ജീവിതാനുഭവങ്ങളുമായി കൃതജ്ഞതാനിർഭരമായ ഹൃദയത്തോടെ ജൂബിലി ആഘോഷിക്കുന്ന ഈ വൈദിക ശ്രേഷ്ഠരെ സമർപ്പിതരെ സ്നേഹത്തിന്റെയും സമാധാനത്തിന്റെയും സന്തോഷത്തിന്റെയും കിരീടമണിയിച്ചുകൊണ്ട് തുടർന്നും ദൈവരാജ്യത്തിനു വേണ്ടി തീക്ഷ്ണതയോടെ സാക്ഷ്യം വഹിക്കുവാൻ അനുഗ്രഹിക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ബഹുമാനപ്പെട്ട പ്രവിശ്യലച്ചൻ പൗരോഹിത്യ സുവർണ ജൂബിലി ആഘോഷിക്കുന്ന ബഹുമാനപ്പെട്ട തോമസ് അമ്പുക്കനച്ചനെയും ബഹുമാനപ്പെട്ട ഫ്രാൻസിസ് കുരിശ്ശേരി അച്ഛനെയും ഇരുൾ വീണ വഴികളിൽ പ്രകാശമായി കെടാവിളക്കുകളായി നമുക്ക് മുൻപേ നീങ്ങിയ ഈ വന്യവൈദികർ ഇനിയും അനേക വർഷങ്ങൾ യേശുവിന്റെ പ്രകാശഗോളങ്ങളായി പ്രശോഭിക്കും എന്നതിന്റെ പ്രതീകമായി വെഞ്ചരിച്ച കത്തിച്ച തിരികൾ ബഹുമാനപ്പെട്ട വിക്കർ പ്രവിശ്യലച്ചൻ നമ്മുടെ പ്രിയപ്പെട്ട ജൂബിലിയറിയൻസ് നൽകുകയാണ്. നമുക്ക് പ്രാർത്ഥന ശ്രമിച്ചതിന് ശേഷം അവർക്ക് ബഹുമാനപ്പെട്ട വിക്കർ പ്രവിശ്യലച്ചൻ അവർക്ക് തിരികൾ നൽകുന്നു. ഞാൻ ലോകത്തിന്റെ പ്രകാശമാകുന്നു.
എന്നെ അനുഗമിക്കുന്നവൻ അന്ധകാരത്തിൽ നടക്കുന്നില്ല എന്നരുളി ചെയ്ത കർത്താവേ, നിങ്ങളുടെ പാദങ്ങൾക്ക് വിളക്കും വഴികളിൽ പ്രകാശവുമായിരിക്കട്ടെ. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. പ്രാർത്ഥന സുവർണ ജൂബിലി ആഘോഷിക്കുന്ന നമ്മുടെ വൈദികർക്ക് നൽകുകയാണ്. കുരിശ്ശേരി അച്ഛനും ജേക്കബ് അച്ചാൻഡി അച്ഛനും ആന്റണി വൈദ്യലക്കാരൻ അച്ഛനും ബഹുമാനപ്പെട്ട തോമസ് അമ്പൂക്കൻ അച്ഛനും പൗരോഹിത്യ സുവർണ ജൂബിലിയുടെ മംഗളങ്ങൾ നേർന്നുകൊള്ളുന്നു. കുടുംബാംഗങ്ങളെ, ഇന്നത്തെ ആഘോഷങ്ങൾക്ക് 3 ഭാഗങ്ങളാണ്. ആദ്യത്തെ ഭാഗം ആത്മീയ ഭക്ഷണമായിരുന്നു. നവരത്നങ്ങൾ നമുക്ക് വേണ്ടി ദൈവബലി അർപ്പിച്ച് നമുക്ക് ആത്മീയ ഭക്ഷണം നൽകി. രണ്ടാമത്തെ ഭക്ഷണം മാനസിക ഭക്ഷണമാണ്. അത് മനസ്സിന് സന്തോഷം നൽകുന്ന ഈ അനുമോദന യോഗമാണ്. മൂന്നാമത്തെ ഭക്ഷണം ശാരീരിക ഭക്ഷണമാണ്. അത് ഈ അനുമോദന യോഗത്തിന് ശേഷമാണ്. ഈ മാനസികമായ സന്തോഷം നൽകുന്ന ഈ മാനസിക ഭക്ഷണത്തിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യാനായി ദേവമാത പ്രവിശ്യ ഭവനത്തിൻ്റെ സുപ്പീരിയറും ദേവമാത പ്രവിശ്യയുടെ ഫൈനാൻസ് കൗൺസിലറുമായ ബഹുമാനപ്പെട്ട ജോർജ് കല്ലുക്കാരനച്ചനെ ക്ഷണിക്കുന്നു. പൗരോഹിത്യത്തിൻ്റെയും സന്യാസ സമർപ്പണത്തിൻ്റെയും സുവർണ ജൂബിലി ആഘോഷിക്കുന്ന ബഹുമാനപ്പെട്ട അച്ഛന്മാരെ, പ്രിയ ബഹുമാനപ്പെട്ട ഷാളച്ച, ഒരുപക്ഷെ ഒരു സ്വാഗത പ്രസംഗത്തിൻ്റെ ആവശ്യം ഇവിടെ ഇല്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. എങ്കിലും ഒരു മീറ്റിങ്ങിൻ്റെ സ്ട്രക്ചർ പൂർണ്ണമാക്കുന്നതിൻ്റെ ഭാഗമായി ഒരു ചെറിയൊരു സ്വാഗത പ്രസംഗം ഞാൻ ആശംസിക്കുകയാണ്. ബഹുമാനപ്പെട്ട ജോയ്സ് അച്ഛൻ ജൂബിലി ഘോഷിക്കുന്ന എല്ലാ അച്ഛന്മാരെയും ഇവിടെ പരിചയപ്പെടുത്തുകയും അവരെയും അവരുടെ കുടുംബാംഗങ്ങളെയും മറ്റെല്ലാവരെയും വിശുദ്ധബലിയിലേക്കും മറ്റിലേക്കുമൊക്കെ സ്വാഗത പ്രസംഗം നടത്തിയതാണ്. ഒരുപക്ഷെ സ്വാഗത പ്രസംഗം അല്പം നീട്ടി പറഞ്ഞാൽ അതൊരു നന്ദി പ്രസംഗമായിട്ട് മാറും. കുറച്ചുകൂടി നീട്ടി പറഞ്ഞാൽ ഒരുപക്ഷെ അതൊരു ആശംസാ പ്രസംഗമായിട്ട് മാറും. ഇത് രണ്ടും ചെയ്യുവാനായിട്ട് പ്രത്യേക വ്യക്തികളെ നിഷിദ്ധമായതുകൊണ്ട് ഞാൻ ചുരുക്കമായിട്ട് തന്നെ എല്ലാവരെയും സ്വാഗതം ചെയ്യുകയാണ്. നമുക്കറിയാവുന്നതുപോലെ പൗരോഹിത്യത്തിൻ്റെ സന്യാസ സമർപ്പണത്തിൻ്റെയും ജൂബിലി ആഘോഷിക്കുന്ന ബഹുമാനപ്പെട്ട വൈദികര് ജീവിതത്തിൻ്റെ വിവിധ മേഖലകളിൽ ഭൂഗോളത്തിൻ്റെ വിവിധ രാജ്യങ്ങളിലായിട്ട് പ്രത്യേകമായി തങ്ങളുടെ വ്യക്തിമുദ്ര പതിപ്പിച്ചുകൊണ്ടിരിക്കുന്നവരാണ്. ഈ വേളയിൽ ഈ ദേവമാത അവിഭക്ത പ്രൊവിൻസിൻ്റെ ഈ സുവർണ ജൂബിലി ആഘോഷവേളയിലേക്ക് കടന്നു വരുവാൻ സന്മനസ് കാണിച്ച ബഹുമാനപ്പെട്ട ജൂബിലേറിയൻസ് എല്ലാവരെയും ഒറ്റ വാക്കിൽ ഞാൻ സ്വാഗതം ആശംസിക്കുകയാണ്. അതോടൊപ്പം തന്നെ ബഹുമാനപ്പെട്ട ജൂബിലേറിയൻസിൻ്റെ കുടുംബാംഗങ്ങളെ പ്രത്യേകമായിട്ട് സ്വാഗതം അർഹിക്കുന്നവരാണ്. കാരണം ചിലരൊക്കെ വളരെ ദൂരെ നിന്ന് തന്നെയാണ് ഇവിടേക്ക് എത്തിച്ചേർന്നത്. ബഹുമാനപ്പെട്ട ആന്റണി വൈദ്യക്കാരനച്ഛൻ്റെ വീട്ടുകാരെ കണ്ണൂർ ചെമ്പൻതൊണ്ടിയിൽ നിന്നും ഇന്നലെ വൈകിട്ട് യാത്ര പുറപ്പെട്ടവരാണ്. ഇന്ന് രാവിലെയാണ് ഇവിടെ എത്തിയത്. അങ്ങനെ അല്പം ദൂരമൊക്കെ താണ്ടി ബഹുമാനപ്പെട്ട വൈദികരുടെ ഈ സന്തോഷത്തിൽ പങ്കുചേരുവാനായിട്ട് സന്മനസ് കാണിച്ച നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഈ പ്രവിശ്യയുടെ പേരിലും ഈ പ്രവിശ്യ ഭവനത്തിന്റെ പേരിലും
പ്രത്യേകമായി ഞാൻ സ്വാഗതം ആശംസിക്കുകയാണ്. ദേവമാത പ്രവിശ്യയിലെയും അവിഭക്ത പ്രവിശ്യയിലെയും മറ്റു ബഹുമാനപ്പെട്ട വൈദികരും ബഹുമാനപ്പെട്ട പ്രദേശം നവസന്യാസികളും പ്രദേശമൊക്കെ ഈ ജൂബിലി പരിപാടിയിൽ പങ്കെടുക്കുവാനായിട്ട് ഇവിടെ എത്തിയിട്ടുണ്ട്. അവർക്ക് ഓരോരുത്തർക്കും പ്രത്യേകമായി ഞാൻ സ്വാഗതം ആശംസിക്കുന്നു. ഒരുപക്ഷെ പ്രത്യേകമായ സ്വാഗതം ആശംസിക്കുവാനായിട്ടുള്ളത് ബഹുമാനപ്പെട്ട തൃശ്ശൂർ അതിരൂപത രൂപതയുടെ വിക്കർ ജനറൽ അച്ഛനായിട്ടുള്ള ദേശം പൊന്നമ്പ്ലാക്കിൽ അച്ഛനാണ്. അച്ഛനിവിടെ ബഹുമാനപ്പെട്ട അച്ഛന് ഈ പ്രവേശനഭാഗത്തിലേക്കും ഈ സമ്മേളനത്തിലേക്കും പ്രത്യേകമായി സ്വാഗതം ചെയ്യുന്നു. ഒരിക്കൽ കൂടി എല്ലാവരെയും സ്വാഗതം ചെയ്തുകൊണ്ട് നമുക്ക് ഈ സമ്മേളനത്തിലേക്ക് കടക്കാം. എല്ലാവർക്കും ജൂബിലിയുടെ ആശംസകളും പ്രാർത്ഥനകളും. നന്ദി, നമസ്കാരം. ജോർജ് അച്ഛൻ എപ്പോഴും പറയുമ്പോൾ കുറച്ചാ പറയുള്ളൂ, കാച്ചി കുറുക്കിയ വാക്കുകളാണ്. ജോർജ് അച്ഛന് നന്ദി. ബഹുമാനപ്പെട്ട പ്രൊഫഷണൽ അച്ഛൻ വിപുല സമയത്ത് മനോഹരമായ രീതിയിൽ സന്യാസ വൈദിക സമർപ്പണ ജീവിതത്തിൻ്റെ പ്രാധാന്യത്തെപ്പറ്റി നമ്മെ ഉദ്ബോധിപ്പിച്ചു. 2026 തുടക്കത്തിൽ നമുക്കറിയാം, എല്ലാവരും നല്ലത് കേൾക്കാൻ ആഗ്രഹിക്കുന്ന വ്യക്തികളാണ്. ഈ വ്യക്തികൾ നന്നായിട്ട് അറിയാവുന്ന ദേവമാത പ്രവിശ്യയുടെ അമലയടുത്തുള്ള സ്വാന്തനം അച്ഛന്മാരുടെ വിശ്രമ കേന്ദ്രത്തിലെ ഡയറക്ടറായ ബഹുമാനപ്പെട്ട ഷിബു പുത്തമ്പരക്കിലച്ചൻ ഈ ജൂബിലേറിയൻസിന് ആശംസ നേർന്ന് ഇപ്പോൾ സംസാരിക്കുന്നു. ബഹുമാനപ്പെട്ട ഷിബു പുത്തമ്പരക്കിലച്ചനെ നമുക്ക് ശ്രമിക്കാം. ബഹുമാനപ്പെട്ട ജൂബിലേറിയൻസ്, ബഹുമാനപ്പെട്ട പ്രോത്സാഹനച്ച കൗൺസിലർ അച്ഛന്മാരെ, ബഹുമാനപ്പെട്ട തൃശ്ശൂർ അതിരൂപതയുടെ വികാരി ജനറൽ ബഹുമാനപ്പെട്ട ജയസനച്ച, സ്നേഹമുള്ള സിസ്റ്റേഴ്സ്, ബ്രദേഴ്സ്, ജൂബിലേറിയൻസിൻ്റെ കുടുംബാംഗങ്ങളെ, പ്രിയപ്പെട്ടവരെ, ഈ ജൂബിലേറിയൻസിന് ആശംസ പറയാൻ ഞാൻ ഇവിടെ നിൽക്കുമ്പോൾ എൻ്റെ മനസ്സിലേക്ക് വരുന്ന വചനം സങ്കീർത്തനത്തിൻ്റെ പുസ്തകം 118 അധ്യായത്തിലെ 24 വാക്യമാണ്. This is the day the Lord has made. Let us rejoice and be glad in it. ഇത് കർത്താവ് ഒരുക്കിയ ദിവസമാണ്, നമുക്ക് സന്തോഷിച്ചുല്ലസിക്കാം. ദേവമാത അവിഭക്ത കുടുംബം ഇന്ന് ഏറെ സന്തോഷത്തിലാണ്. 2026 ഈ പുതുവർഷത്തിൽ ഈ പ്രവിശ്യയിൽ നിന്ന്, അവിഭക്ത ദേവമാത പ്രവിശ്യയിൽ നിന്ന് 14 ജൂബിലേറിയൻസാണ് ഈ വർഷം ദൈവത്തിന് നന്ദി പറഞ്ഞ് അവര് വലിയ ആനന്ദത്തിലായിരിക്കുന്നത്. പ്ലാസിഡച്ചൻ പൗരോഹിത്യ ശുശ്രൂഷയുടെ ഡയമണ്ട് ജൂബിലിയും മറ്റ് 6 അച്ഛന്മാർ പൗരോഹിത്യ ശുശ്രൂഷയുടെ ഗോൾഡൻ ജൂബിലിയും 7 പേർ സന്യാസ സമർപ്പണ ജീവിതത്തിൻ്റെ സുവർണ ജൂബിലിയും ആഘോഷിക്കുകയാണ്. അതിൽ 8 പേർ ഇന്നിവിടെ സന്നിഹിതരാണ്. 6 പേർക്ക് പലതരത്തിലുള്ള കാരണങ്ങളാൽ ഇവിടെ എത്തിച്ചേരാനായിട്ട് സാധിച്ചില്ല. ആദ്യമായിട്ട് ദേവമാത അവിഭക്ത കുടുംബത്തിൻ്റെ പേരിൽ, ഇവിടെയുള്ള എല്ലാവരുടെ പേരിൽ ജൂബിലേറിയൻസിന് എല്ലാവിധ ആശംസകളും പ്രാർത്ഥനകളും ഭാവങ്ങളും നേരുകയാണ്. ബഹുമാനപ്പെട്ട തോമസ് അമ്പുക്കനച്ചൻ ബോംബെ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് ക്ലിനിക്കൽ സൈക്കോളജിയിൽ ഡോക്ടറേറ്റ് നേടുന്ന ആദ്യത്തെ CMI വൈദികനാണ് ബഹുമാനപ്പെട്ട തോമസ് അമ്പുക്കനച്ചൻ. അമ്പുക്കൻ തറവാട്ടിൻ്റെ അഭിമാനമായിട്ടുള്ള ഒത്തിരിയേറെ വൈദികരെ സഭയ്ക്ക് പ്രദാനം ചെയ്ത അമ്പുക്കൻ തറവാട്ടിൽ നിന്നാണ് ബഹുമാനപ്പെട്ട അമ്പുക്കനച്ചൻ, തോമസ് അമ്പുക്കനച്ചൻ വരുന്നത്. ചിയാരം ഗലീലിലാണ് അച്ഛൻ്റെ ജീവിതത്തിൻ്റെ ഒരു ആയുസ് മുഴുവൻ അദ്ദേഹം ചെലവഴിച്ചിട്ടുള്ളത്. ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫാമിലി കൗൺസിലിംഗ് സെൻറ്ററിൽ അവിടെ കൗൺസിലിംഗ് കൊടുത്ത് 10,000-ത്തിലധികം കുടുംബങ്ങൾക്ക്, പലതരത്തിലുള്ള പ്രശ്നങ്ങളാൽ നേരിടുന്ന കുടുംബങ്ങൾക്ക് സമാശ്വാസത്തിൻ്റെ, സമാധാനത്തിൻ്റെ പാതയിലേക്ക് നയിച്ച ഒരു വ്യക്തിത്വമാണ് ബഹുമാനപ്പെട്ട തോമസ് അമ്പുക്കനച്ചൻ. അതോടൊപ്പം തന്നെ അദ്ദേഹം നല്ലൊരു കൺസൾട്ടൻറ്റും അദ്ദേഹം നല്ലൊരു റിസോഴ്സ് പേഴ്സൺ കൂടിയാണ്. ഗവൺമെൻറ് സ്ഥാപനങ്ങളിലും പ്രൈവറ്റ് സ്ഥാപനങ്ങളിലും പല സെമിനാറുകളിലുമൊക്കെ ഒത്തിരിയേറെ ക്ലാസ് എടുക്കാനും ഒക്കെ പോകുന്ന വ്യക്തിയാണ് ബഹുമാനപ്പെട്ട തോമസ് അമ്പുക്കനച്ചൻ. അമ്പുക്കനച്ചൻ ഞാൻ ആദ്യമായിട്ട് കാണുന്നത് വർദ്ധനപ്പള്ളി യോഗാർത്ഥി ഭവനത്തിൽ നിന്ന് പ്രോവിൻസ് ഡേ ആഘോഷിക്കുവാനായിട്ട് ഗലീലി വന്നപ്പോൾ അന്ന് താടി വെച്ച് ഒരു വയർലെസ് മൈക്കും പിടിച്ച് അനൗൺസ് ചെയ്യുന്ന തോമസ് അമ്പുക്കനച്ചനാണ്. ഇന്നും ആ മുഖത്ത് ആ തീക്ഷ്ണതയും ചൈതന്യവും ഒരിക്കലും ഒരു കുറവ് പോലും വന്നിട്ടില്ല. ഒരുപാട് ആളുകൾക്ക് കൗൺസിലിങ്ങിലൂടെ ജീവിതത്തിൻ്റെ ദിശാബോധം നൽകിയ ഒരു വ്യക്തിത്വമാണ് തോമസ് അമ്പുക്കനച്ചൻ.
അതോടൊപ്പം തന്നെ ഒരുപാട് ഗ്രന്ഥങ്ങൾ, 21-ലധികം ഗ്രന്ഥങ്ങൾ എഴുതി തൻ്റെ ജീവിതാനുഭവങ്ങളൊക്കെ മറ്റുള്ളവരുടെ മുന്നിൽ എത്തിക്കുവാനായിട്ട് ദൈവം നൽകിയിട്ടുള്ള എഴുതുവാനായിട്ടുള്ള കഴിവ് ഉപയോഗിച്ചുകൊണ്ട് ഇന്ന് എനിക്ക് തോന്നുന്ന ഏറ്റവും അവസാനത്തെ പുസ്തകം പൗരോഹിത്യ മഹാദാനം എന്നുള്ള പുസ്തകമാണ് അദ്ദേഹം എത്തിയിരിക്കുന്നത്. ഇത്രമാത്രം പണ്ഡിതനായിട്ടുള്ള, ഒരുപാട് ജീവിതങ്ങളെ സ്പർശിച്ചിട്ടുള്ള, കുടുംബ പ്രേക്ഷിതത്തിൻ്റെ ചാവറച്ചനെ പോലെ കുടുംബ പ്രേക്ഷിതത്തിൻ്റെ മധ്യസ്ഥനായ ബഹുമാനപ്പെട്ട തോമസ് അമ്പുക്കരച്ചന് ഇവിടെ കൂടി എല്ലാവരുടെയും പേരിൽ ജൂബിലിയുടെ ആശംസകൾ നേരുന്നു. ഈ അവസരത്തിൽ കുടുംബാംഗങ്ങൾക്ക് ഞാൻ ഒരു നന്ദി കൂടി പറയുകയാണ്. നിങ്ങൾ CMI സഭയ്ക്ക് തന്ന വലിയ വരദാനങ്ങളാണ് ഈ ജൂബിലി റീൽസ്. ഇവരിലൂടെ CMI സഭ മാത്രമല്ല ആഗോള സഭ ഒത്തിരിയേറെ അനുഗ്രഹിക്കപ്പെട്ടതിൽ നമുക്ക് സന്തോഷിക്കാം, ദൈവത്തിൽ നിന്ന് പറയാം. ഈ അവസരത്തിൽ ഒരിക്കൽ കൂടി കുടുംബാംഗങ്ങൾക്കും നന്ദിയുടെ ഒരു വാക്കുകൾ ഞാൻ അർപ്പിച്ചുകൊണ്ട് ഈ ജൂബിലി റീൽസിന് ഒരിക്കൽ കൂടി എല്ലാവിധ മംഗളങ്ങളും പ്രാർത്ഥനകളും നേർന്നുകൊണ്ട് എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. നന്ദി. നന്ദി. തൃശ്ശൂർ അതിരൂപതയുടെ വികാരി ജനറലായി ബഹുമാനപ്പെട്ട ജെയ്സൺ കൂനപ്പിളാക്കിലച്ചൻ നമ്മുടെ കൂടെയുണ്ട്. ജെയ്സൺ കൂനപ്പിളാക്കിലച്ചനാണ് ഈ ജൂബിലറിയൻസിന് മെമൻറ്റോ നൽകി അനുമോദിക്കുന്നത്. ബഹുമാനപ്പെട്ട ഡേവിസ് വടക്കുംപാടനച്ചൻ, ബഹുമാനപ്പെട്ട തോമസ് അമ്പുക്കരച്ചൻ, ബഹുമാനപ്പെട്ട ഫ്രാൻസിസ് കുരിശ്ശേരി അച്ഛൻ, ബഹുമാനപ്പെട്ട ജോസ് ഐനിക്കലച്ചൻ, ബഹുമാനപ്പെട്ട റാഫേൽ അവണക്കപ്പറമ്പിലച്ചൻ, ബഹുമാനപ്പെട്ട ജേക്കബ് പച്ചാണ്ടി അച്ഛൻ, ബഹുമാനപ്പെട്ട ആന്റണി വൈന്തലക്കാരനച്ഛൻ, ബഹുമാനപ്പെട്ട കുര്യൻ കാച്ചിപ്പള്ളി അച്ഛൻ. ഞാൻ എന്തായിരിക്കുന്നുവോ അത് ദൈവത്തിൻ്റെ കൃപയാലാണ്. അതാണ് എനിക്ക് ആദ്യമായിട്ട് പറയാനുള്ള പൗരസ്ത്രീയുടെ വചനമാണ് അത് ഒന്ന് ഓർമ്മിക്കാൻ വേണ്ടിയിട്ട് 1964 ഞാൻ നിങ്ങളുടെ ശ്രദ്ധ ഒന്ന് കൊണ്ടുപോവുകയാണ്. 64 ഞാൻ എഴുത്തടുത്ത് ഹസ്ബൻഡ് ഹൗസിൽ ആദ്യമായിട്ട് വരണേ. അവിടെ വന്നു കഴിഞ്ഞിട്ട് ആദ്യത്തെ പരീക്ഷ ഓണം പരീക്ഷ കണക്കിൽ തോറ്റു, രണ്ടാമത്തെ പരീക്ഷ ക്രിസ്മസ് പരീക്ഷ കണക്കിൽ തോറ്റു, മൂന്നാമത്തെ പരീക്ഷ മോഡൽ പരീക്ഷ കണക്കിൽ തോറ്റു. അപ്പോൾ എല്ലാവരും അച്ഛന്മാരുൾപ്പെടെ പറഞ്ഞു തോമസ് SSLCക്ക് തോൽക്കും. പക്ഷേ അന്ന് ഞാനൊരു തീരുമാനം എടുത്തു, ആരോടും പറഞ്ഞില്ല കേട്ടോ. ജീവിതത്തിൽ SSLC ഒറ്റ പ്രാവശ്യം എഴുതുള്ളൂ, അത് ഞാൻ ജയിച്ചിരിക്കും. അങ്ങനെ തന്നെ സംഭവിച്ചു കേട്ടോ. അതായത് എങ്ങനെയാണ് ഞാൻ ജയിച്ചതെന്ന് നിങ്ങൾ ചോദിച്ചേക്കാം. ഒരു ബുദ്ധിമുട്ടുണ്ടായില്ല, കണക്ക് കാണാതെ പഠിച്ചു കേട്ടോ. കണക്ക് കാണാതെ പഠിച്ച് ജയിച്ച ഒരു മഹാനാണ് ഞാൻ. പക്ഷേ ആ അവസ്ഥയിൽ നിന്ന് ഇവിടെ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ദേവമാതാ പ്രവിശ്യയിലെ ആദ്യത്തെ ഇന്ത്യൻ PhD എൻ്റേതാണ് കേട്ടോ. അപ്പോൾ അതിന് ദൈവത്തോട് വളരെ കടപ്പെട്ടിരിക്കുകയാണ്. ഈ നിസ്സാരനായ എന്നെ എടുത്തു ഇതുമാത്രം ഉയർത്താനായിട്ട് ദൈവത്തിൻ്റെ ആ കരുണ അത് കാണിക്കാൻ വേണ്ടി ഞാൻ ആ ഉദാഹരണം പറഞ്ഞത് മാത്രമേ ഉള്ളൂ. പിന്നെ നീട്ടാതിരിക്കാൻ വേണ്ടിയിട്ട് ഞാൻ നല്ല ദൈവത്തോട് നന്ദി പറയുന്നു. അതുപോലെ തന്നെ CMA സഭയോട് ഒരുപാട് കടപ്പെട്ടിരിക്കുന്നു. CMA സഭയാണ് എന്നെ ഞാനാക്കി മാറ്റിയിട്ടുള്ളത്. അതുപോലെ ഞാൻ സേവനമനുസരിച്ചുള്ള ഒരുപാട് മേഖലകളുണ്ട്, അതൊന്നും ഇവിടെ മെൻഷൻ ചെയ്യുന്നില്ല. എൻ്റെ കുടുംബാംഗങ്ങളെ പ്രത്യേകമായിട്ട് നന്ദിയോടെ അനുസ്മരിക്കുന്നു. അതുപോലെ തന്നെ ദേവമാതാ പ്രവിശ്യയിലെ പ്രവിശ്യാച്ഛനെയും നന്ദികരച്ഛനെയും ഡേവിയച്ഛനെയും ഷപ്പീറച്ഛനെയും പ്രത്യേകിച്ച് ഇന്ന് ആശംസ നേർന്ന ഷിബുവച്ഛനെയും പ്രത്യേകം നന്ദിയോടെ അനുസ്മരിക്കുന്നു. നമ്മുടെ വികാരി ജനറലച്ഛനും ഞാനും ഒരുമിച്ച് മേരിമാതാ സെമിനാരിൽ ഒരുപാട് വർഷങ്ങൾ ജോലി ചെയ്തിട്ടുള്ളവരാണ്. അപ്പോൾ അദ്ദേഹം എൻ്റെ ഗോൾഡൻ ജൂബിലി പൊയ്യയിൽ വ്രതത്തിൻ്റെ ആഘോഷിച്ച സമയത്ത് ബൈക്കിൽ അവിടെ വന്നിരുന്നു എനിക്ക് ആശംസകൾ നേരാനായിട്ട്. ഞാനത് ഇപ്പോഴും നന്ദിയോടെ ഓർക്കുന്നു. അദ്ദേഹം വിനീതനാണ് എന്ന് പറഞ്ഞല്ലോ, ഞാൻ അത് നേരിൽ കണ്ട ഒരു വ്യക്തിയാണ്. ഞാൻ അത് മേജർ സെമിനാരിയിലേക്ക്
അദ്ദേഹം റെക്ടറായിട്ട് പോകുന്ന സമയത്ത് ചെന്ന സമയത്ത് അത് എൻ്റെ വ്രതത്തിൻ്റെ സമയമായിരുന്നു, വ്രതത്തിൻ്റെ ജൂബിലിയുടെ സമയമായിരുന്നു. അദ്ദേഹം വർത്താനൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പോൾ എൻ്റെ മുമ്പിൽ മുട്ടുകുത്തിന്ന് പറഞ്ഞ് എന്നെ ബ്ലസ് ചെയ്യണമെന്ന് പറഞ്ഞു. ഞാൻ ആകെ വിഷമിച്ചു. എന്നാലും ഞാൻ ബ്ലസ് ചെയ്തു. കാരണം ഒരു വൈദികന് കൊടുക്കാവുന്ന ഏറ്റവും വലിയ സമ്മാനമാണ് ബ്ലസ്സിങ്. അപ്പോൾ എല്ലാവർക്കും നന്ദി പറഞ്ഞുകൊണ്ട്, പ്രത്യേകിച്ച് ഇന്നത്തെ ജൂബിലിയറിയൻസിന് എൻ്റെ അഭിനന്ദനങ്ങൾ അറിയിച്ചുകൊണ്ട്, എൻ്റെ ക്ഷണമനുസരിച്ച് വന്ന എല്ലാവർക്കും നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുന്നു. നന്ദി, നമസ്കാരം. തോമസ് അമ്പൂക്കനശ്ശന് നന്ദി. കുടുംബാംഗങ്ങൾ പ്രതിനിധീകരിച്ച് നന്ദി പറയുവാനായി അരുൺ അമ്പൂക്കനശ്ശേരി. പ്രിയ ബഹുമാനപ്പെട്ട പ്രൊഫഷ്യൽ ജോസ് നന്ദിക്കരാൻ സാർ, വികർ പ്രൊഫഷ്യൽ ദേവി കൗൺസിലർ അച്ഛന്മാരെ, ബഹുമാന്യ വൈദികരെ, സന്യസ്ത സിസ്റ്റേഴ്സ്, ബന്ധുമിത്രാദികളെ, കുടുംബാംഗങ്ങളെ, അതിവിശിഷ്ടമായ ഒരു ആത്മീയ വിരുന്നിന് ശേഷം, അതിനുശേഷം നടന്ന മറ്റ് ചടങ്ങുകൾക്കും മീറ്റിങ്ങുകൾക്കും ശേഷം കുടുംബാംഗങ്ങൾക്ക് വേണ്ടി നന്ദി പറയുന്നതിന് വേണ്ടിയാണ് ഞാനിവിടെ നിൽക്കുന്നത്. ഏറെ നാളത്തെ ആലോചനകൾക്കും അതുപോലെ പ്രവർത്തനങ്ങൾക്ക് ശേഷമാണ് ഇത്ര മനോഹരമായ രീതിയിൽ ഒരു ജൂബിലി ആഘോഷം ഇവിടെ സംഘടിപ്പിക്കാൻ സാധിച്ചിട്ടുള്ളത്. അതിന് ഇവിടെ കൂടിയിരിക്കുന്ന എല്ലാവരുടെയും പേരിൽ, പ്രത്യേകിച്ച് ഇന്ന് ജൂബിലി ആഘോഷിക്കുന്ന വൈദികരുടെ പേരിൽ ഒരു പ്രതിനിധിയായി ഞാൻ നന്ദി പറയുന്നു. ഇത്രയും മനോഹരമായ രീതിയിൽ ഈ ജൂബിലി ആഘോഷങ്ങൾ സംഘടിപ്പിച്ചതിൽ ജൂബിലിയറിയൻസിന് നൽകിയ ഈ സ്നേഹത്തിനും കരുതലിനും നന്ദി പറയാൻ ഞങ്ങൾക്ക് വാക്കുകളില്ല. ഇത്രയും സമ്പന്നമായ രീതിയിൽ ഈ ജൂബിലി ആഘോഷങ്ങൾ ഇവിടെ സംഘടിപ്പിച്ചതിലും ഈ ജൂബിലിയറിയൻസിന് നൽകിയ സ്നേഹത്തിനും കരുതലിനുമെല്ലാം എല്ലാ കുടുംബാംഗങ്ങളുടെയും പേരിൽ, ഇതിൻ്റെ ഭാരവാഹികൾക്കും ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ച എല്ലാവർക്കും ഞാൻ പ്രത്യേകം നന്ദി പറയുന്നു. ഇങ്ങനെ ഒരു അവസരം എനിക്ക് നൽകിയതിന് പ്രത്യേകം നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു.